നമസ്കാരം. VPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ അയൽപക്കത്തുള്ള ഒരു വീട്ടമ്മയുടെ, നല്ലൊരു കൃഷിക്കാരിയുടെ അധ്വാനത്തിൻ്റെ കഥ പറയുന്ന ഒരു നല്ല വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ബിന്ദുവിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ പ്രകാശനം ചെയ്തിരുന്നു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ബിന്ദു പ്രാധാന്യം കൊടുക്കുന്ന 2-3 കൃഷികളുണ്ട് ഇവിടെ. മത്സ്യകൃഷി പുതുതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ മത്സ്യം പിടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു. മീൻ വളർത്തൽ, എന്താണ് ഈ മീൻ വളർത്തൽ തുടങ്ങാനുള്ള കാരണം? അത് എനിക്കൊരു രസം തോന്നി. ഞാൻ പല ഇങ്ങനെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ആദ്യമേ തന്നെ ഇവിടെ അന്നേരം നമുക്ക് ഏലം നനയ്ക്കാനൊരു കുളമുണ്ട്, കുത്തിയിട്ട് പടുതിയിട്ടിരുന്ന. അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ട് ആദ്യം ഒന്ന് നോക്കിയതാ. അപ്പം നമുക്കിപ്പോൾ ഈ വേനൽക്കാലം രൂക്ഷമായതുകൊണ്ട് വെള്ളത്തിൻ്റെ സ്രോതസ് കുറവായതുകൊണ്ട് അല്പം നേരത്തെ പിടിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു. നേരത്തെ മാറ്റേണ്ടി വന്നു. ഇപ്പോൾ ഒരു വർഷം, ഒരു 5-6 മാസമെങ്കിലും കഴിഞ്ഞില്ല, വലുതായിട്ടില്ലായിരുന്നു. അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ പുതിയൊരു സംവിധാനം ഉണ്ടാക്കി മീൻ വളർത്തൽ വീണ്ടും തുടരും. അങ്ങനെ ഓർത്തിരിക്കുന്നു. ആയിക്കോട്ടെ. ബിന്ദു ബിനോയി ദമ്പതികൾക്ക് നല്ല കായ്ഫലമുള്ള ഏലത്തോട്ടമുണ്ട്. ആ ഏലത്തോട്ടം നനയ്ക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പടുതാക്കുളം ഉണ്ടാക്കി. ആ പടുതാക്കുളത്തിൽ നിന്നും മീൻ പിടിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മീന് സിലോപ്പിയ മീനാണ്. പൂർണ്ണമായിട്ടും വളർച്ചയെത്തിയിട്ടില്ല. കാരണം വെള്ളത്തിൻ്റെ കുറവുണ്ട്, കൊടിയ വേനലാണ്. അപ്പോൾ ഇനി കിടന്നാൽ ഈ മീൻ നഷ്ടപ്പെട്ടു പോകും. വെള്ളം കയറി ഇറങ്ങി കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ വെള്ളം കുറഞ്ഞു. അതുകൊണ്ട് പിടിച്ചു മാറ്റുകയാണ്. കുളത്തിലെ മുഴുവൻ മീനും പിടിച്ച് മാറ്റി പുതിയ ഒരു സംവിധാനത്തിൽ അടുത്ത മഴ ആരംഭിക്കുമ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ ഒരു മീൻ വളർത്തൽ സംവിധാനമുണ്ടാക്കണം എന്നാണ് ബിന്ദു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ മീൻ പിടിക്കുന്നത് കാണാനും ഒരു വീഡിയോ എടുക്കാനും ഒക്കെ ഇവരോട് സഹകരിച്ച എനിക്ക് ഈ മീൻ കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. നമുക്ക് വിഷം ഒന്നുമില്ലാത്ത നല്ല ഒന്നാന്തരം മീനായതുകൊണ്ട് 1 കിലോ വാങ്ങിക്കൊണ്ട് പോകണം. നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. നല്ല ടേസ്റ്റല്ലേ, നല്ല നാടൻ മീനല്ലേ. അപ്പം നമ്മൾ 1 കിലോ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഇത് ഒരു കഠിനമായ പരിശ്രമത്തിൻ്റെ കഥ പറയുന്ന ഒരു മത്സ്യകൃഷിയാണ് ബിന്ദുവിൻ്റെ മത്സ്യകൃഷി. തന്നാണ്ട് വിളയായ മീറ്റർ പയർ അതിപ്പോൾ ആദായം എടുത്തുകൊണ്ടിരിക്കുന്നു. പ്രഭാതത്തിൽ 7 മണിയായി കാണും. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. നമ്മൾ ഒരു പയറുതോട്ടത്തിലാണ് നിൽക്കുന്ന, ഒരു മീറ്റർ പയറുതോട്ടം, വള്ളിപ്പയറെന്നും പറയും. ചെറിയ ഒരു തോട്ടമല്ല, ഒരു 1/2 ഏക്കർ സ്ഥലത്ത് പന്തലിട്ട് ശരിക്കും പരിപാലിക്കുന്ന നല്ല ഒന്നാന്തരം ഒരു തോട്ടമാണ്. ഈ തോട്ടത്തിൽ നിന്ന് രാവിലെ വിളവെടുപ്പാണ്. വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 2 ആഴ്ച ആയുള്ളൂ. ഈ ഭാഗത്താണ് നിൽക്കുന്നത്. വള്ളിപ്പയറിൻ്റെ വിളവെടുപ്പാണ് ഇത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പയർ കൃഷിയാണ്. നല്ല ആദായമുള്ളൊരു കൃഷിയാട്ടോ പയർ കൃഷി. മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ഡിമാൻഡും ആയിരിക്കും. ഞാൻ പിടിച്ചോളാം. ഈ പയർ തോട്ടത്തിലേ ഇരിക്കുന്ന ഒരു നീറുംപൊതി. ഇത് ഒന്നൊന്നുമല്ല, മിക്കവാറും ഉള്ള ചെടിയിലെല്ലാം നീറ് വന്ന് കൂടിയിട്ടുണ്ട്. ഇതും ഒരു നീറുംപൊതിയാണ്. ഇന്ന് ഇത്രേ പറിച്ചോളൂ.
ഒന്നിടവിട്ട ദിവസങ്ങളാണല്ലോ സാധാരണ ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നത്. പയർ പറിച്ചിട്ടുള്ളൂ മൊത്തം. ഒരു മാസം കൂടി ആകണം. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ കൃഷിയുണ്ട് കേട്ടോ ഇവിടെ. നല്ല സൂപ്പർ മഞ്ഞളാട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മഞ്ഞൾ, ഇഞ്ചി എല്ലാം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വീടാണിത്. ആവശ്യത്തിന് വേണ്ടി കുറച്ചേ ഉള്ളൂ എങ്കിലും പാവെല്ലാം ചെറുതാണ്. ഇതിനകത്ത് എണ്ണയാണ് കൂടുതലായി. ഇത് എള്ളാണ് കേട്ടോ, എള്ള്. നിലക്കടല കുറച്ചേ ഉള്ളൂ, എന്നാലും കടലയൊക്കെ ഇവിടെ സമൃദ്ധിയായിട്ടുണ്ടാവും. ഇതാണ് ഈ ഞൊട്ടാഞ്ഞൊടി എന്ന് പറയുന്ന ഒരു പഴം. നമുക്കിതൊന്ന് ഇതുണ്ടല്ലേ, നമുക്ക് കഴിക്കാം കേട്ടോ. ഞൊട്ടാഞ്ഞൊടിയൻ പഴം. ഇത് കണ്ടോ, ഇത് ഹൈബ്രിഡ് തക്കാളി. കാ കിടക്കുന്നുണ്ടോ? ഇതാണ് ചീമച്ചേമ്പ്. ഭയങ്കര രുചിയുള്ള ചേമ്പാണ്. ഇതും സങ്കര ഇനമെന്നാണ് നമ്മുടെ ബിനോയ് പറയുന്നത്. ഈ ചേമ്പ് എന്തായാലും മൂത്തിട്ടില്ല. ഈ ചേമ്പ് ഇത് കണ്ടില്ലേ, ബിനോയിയുടെ ഏലം പ്രധാന വിളവെല്ലാം കഴിഞ്ഞതാണ്. എന്നാൽ ഇപ്പോഴും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ കാ കിടക്കുക. ഇതാണ് ഒരു കൃഷിക്കാരൻ്റെ യഥാർത്ഥമായ അധ്വാനത്തിൻ്റെ ഫലമെന്ന് പറയുന്നത്. വിട്ടോ 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 പോട്ടെ. തേനീച്ച വളർത്തൽ. ഇപ്പോൾ തേനീച്ച കൂട് എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ 17 ഉണ്ടായിരുന്നു. അതിൽ 4 എണ്ണത്തിൽ നിന്നാണ് തേനെടുത്തത്. 17 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം 4 എണ്ണത്തിൽ നിന്നാണ് തേനെടുത്തിരിക്കുന്നത്. 50. അത് നമ്മൾ എന്ത് വിലയ്ക്കാണ് കൊടുത്തത്? 1 ലിറ്ററിന് 1000 രൂപ വെച്ച്. 1000 രൂപ വെച്ച്. നല്ല തേനല്ലേ? ഒരു വർഷം കൂടിയായിട്ട്. അപ്പോൾ ഈ തേന് കൂടുണ്ടാക്കുന്നത് നമ്മൾ പഴയ ഉണങ്ങിപ്പോയ തെങ്ങ്. ഇത് ചെണ്ട മോഡലിരിക്കുന്ന ഒരു തെങ്ങിൻ്റെ തടിയാണ്. ഈ തെങ്ങിൻ്റെ തടിയുടെ ഉള്ള് നമുക്ക് കാണാം. ഇതല്ലേ, നമുക്ക് കാണാം ബിന്ദുവിൻ്റെയും ബിനോയിയുടെയും തേനീച്ച കൂടുകൾ. തേനീച്ചക്കൂട്ടിലേക്കാണ് നമ്മൾ അല്പം മുമ്പ് കണ്ട ആ തെങ്ങിൻ തടിയിലാണ്. മുൻപെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് വാതിൽ. ഇത് മറ്റൊരു കൂട്. രാവിലെ പൂമ്പൊടിക്ക് പോകുന്നത് രാവിലെയും എന്നാലും വരുന്നുണ്ട്. ഇത്രയും തേനീച്ച കൂടുകൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് പരാഗണനം ശരിക്കും നടക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കടുത്ത വേനലാണ്, പാഷൻ ഫ്രൂട്ടിൻ്റെ സമയമൊന്നും അല്ല, എങ്കിലും കായുണ്ട്. അതെ, ഇതല്ലേ കടത്ത് നമുക്ക് കാണാലോ. ഇതിനെങ്ങനെ പുറത്തിരിക്കുന്നത്? ഈ കൂട് നിറഞ്ഞിരിക്കുക എന്നാണോ ബിനോയ് പറയുന്നത്? അതുകൊണ്ട് അതെ, ഈച്ച പുറത്തിരിക്കുകയാണേ. കൂടി പിരിയാറായി എന്ന് പറയുന്നത്. തേനുണ്ട് ഇഷ്ടം പോലെ. തേനെടുത്തിട്ടില്ലോ? തേനെടുത്തില്ലല്ലോ. ഇതും നിറഞ്ഞിരിക്കുക കേട്ടോ. തേനുണ്ട്. അതുകൊണ്ടാണ് ഈ വാതൊക്കെ ഈച്ച ഇങ്ങനെ വന്ന് കൂടി നിൽക്കുന്നത്. വരുന്നു പോകുന്നു. ബിന്ദുവിൻ്റെ പറമ്പിലെ കാച്ചിൽ പറിച്ച് വെച്ചേക്കണത് കണ്ടോ? പകല് തേനെടുത്താൽ ഒരുപാട് ഈച്ച കൊത്തും. ബിനോയി ആണെങ്കിൽ ഒരു ഈച്ച കൊത്തിക്കഴിഞ്ഞാൽ ഉടനെ ആശുപത്രിക്ക് പോകണം. അലർജിയാണ്. അതുകൊണ്ട് ബിന്ദുവാണ് തേനെടുപ്പുകാരി. അതുകൊണ്ടാണ് രാത്രിയിൽ തേനെടുക്കുന്നത്. രാത്രി എടുത്ത തേൻ രാത്രി തന്നെ ഒന്ന് അരിച്ചു വെക്കണം. പരിച്ച് വെക്കുകയാണ്. ബാക്കിയുള്ളത് പിറ്റേ ദിവസം ഒന്നുകൂടി അരിക്കണം. അങ്ങനെ 2 തവണയായിട്ടാണ് അരിച്ചെടുക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഒരു കുറ്റി നിറച്ച് തേനാണ്. കൈ അങ്ങോട്ട് ഇടാൻ മേലാത്ത രീതിയിലാണ് തേൻ റാട്ടിരിക്കുന്നത്. അതിനകത്ത് ന്യായമായിട്ടും തേനുണ്ട് കേട്ടോ. പകലാണെങ്കിൽ സൗകര്യത്തിന് ഓരോ റാട്ടും മുറിക്കാതെ എടുക്കാമായിരുന്നു.
രാത്രി ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും എടുത്തേ തീരൂ. അതുകൊണ്ട് റാത്ത് എങ്ങനെയെങ്കിലും കൈയിട്ട് ചെറുതായിട്ട് എടുത്ത് ആണ് ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തേനാണെങ്കിൽ നല്ല കൊഴുകൊഴുത്ത തേനാണ്. മാത്രമല്ല അല്പം പോലും പൂമ്പടിയില്ല, കുഞ്ഞുമുട്ടയൊന്നുമില്ല, മുഴുവൻ തേനാണ്. തേനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൊത്തം 4ാമത്തെ കുറ്റി തേനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ തേൻ കൂടി എടുത്തു കഴിഞ്ഞിട്ട് വേണം അടുത്ത തേൻ എടുക്കാനായിട്ട്. ഇരുട്ടായതുകൊണ്ട് ഈച്ച അങ്ങനെ ശല്യം ചെയ്യുന്നില്ല. ബിന്ദുവിൻ്റെ കയ്യാൽ 1-2 എണ്ണം കുത്തിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരല്പം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആ കുറ്റിക്കകത്തുനിന്ന് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുന്നത് നല്ല പണിയാണ്. ആ റാട്ടിനകത്തുള്ളത് മുഴുവൻ തന്നെ പിഴിഞ്ഞ് പാത്രത്തിലേക്ക് പോരത്തക്ക രീതിയിൽ നല്ല ബലമായിട്ട് പിഴിയണം. ഈച്ചയെ പേടിച്ച് ബിനോയ് അങ്ങോട്ട് അടുക്കുന്നുമില്ല. എന്തായാലും ബിന്ദു വളരെ ശ്രമകരമായ ഈ ജോലി ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നെടുത്ത തേനിൻ്റെ കുറ്റിയുടെ പുറത്ത് കാണുന്ന ഒരു ഭാഗം കണ്ടോ? ഈച്ച വളരെ വിഷമിച്ച് മനോവിഷമത്തിലാണ്. ചില കുറ്റിയാൽ പുറത്തിരിക്കുന്നു. ഒരു കുറ്റിക്കകത്തേക്ക് തേൻ വന്ന് കൂടിയിട്ടുണ്ട് പുതിയതായിട്ട്. ഇത് കണ്ടോ? ഇതൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്ന ഈച്ചകളാണ്. അപ്പോൾ ഇന്നെടുത്ത കാലിക്കുറ്റിയാണ് ഈ കാണുന്നത്. ഇനി ഇതിനകത്തേക്ക് തേൻ വന്ന് കൂടുമെന്നാണ് പറയുന്നത്, അതിൻ്റെ സംവിധാനം ക്ലിയർ ആണെങ്കിൽ. അടിയിലൊരു പലക, മുകളിലൊരു പലക, പലകയുടെ മുകളിൽ കല്ല് കയറ്റി വെക്കുന്നു. മഴ നനയാതെ ഒരു ആസ്ബസ്റ്റസ് ഷീറ്റാണ് വെക്കുന്നത്. കണ്ടില്ലേ ഈച്ച സങ്കടപ്പെട്ട് പുറത്തിരിക്കുന്നത്? തേൻ അരിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഒന്നരിച്ചു വച്ചിരിക്കുന്ന തേനാണിത്. ഈ തേനിന് ഭയങ്കര വെയിറ്റ് കേട്ടോ, കാരണം കൊഴുപ്പ് കൂടുതലാണല്ലോ. കൊഴുപ്പ് ഞാൻ കാണിച്ചു തരാം. കൊഴുകൊഴുത്ത തേനാട്ടോ. ഞാനൊന്ന് വെയിറ്റ് നോക്കുവാണേ. 10 കിലോ ഉറപ്പായിട്ടുമുണ്ട്. അതൊരു 8 കിലോ ഉണ്ട്. അങ്ങനെ മൊത്തം 18 കിലോ. എല്ലാ റാട്ടും പിഴിഞ്ഞു കഴിഞ്ഞു. റാട്ട് പിഴിഞ്ഞതിൻ്റെ അരക്കാണ് ഈ ഇരിക്കുന്നത്. ആ ബേസിനകത്ത് തേൻ കുപ്പിക്കകത്ത് പകർന്നു വെച്ചിരിക്കുന്നു. എടുത്ത തേൻ മുഴുവൻ തന്നെ കൊടുത്തു. ഇനി ഇരിക്കുന്നതേ ഉള്ളൂ കൊടുക്കാത്തത്. ഇത് 1/2 ലിറ്ററാണ്. 1/2 ലിറ്റർ തേനിന് 500 രൂപ. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമുക്ക് വാങ്ങാൻ കഴിയും. കാരണം പ്യുവർ തേനാണ്. അക്കാര്യത്തിലൊരു മാറ്റവും ഇല്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.